ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശില്പ വ്ളോഗ്സ്. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി മട്ടാഞ്ചേരി ജൂത്ത് സ്ട്രീറ്റിലോട്ട് പോവുകയാണ്. എല്ലാവരെയും ഞങ്ങൾ അങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് പഴയ കാലത്തെ കൽവിഗ്രഹങ്ങളും അതുപോലെ മരത്തടിയിലുണ്ടാക്കിയ പ്രതിമകളും ഈ വീടുകളിലോ കൊട്ടാരത്തിലൊക്കെ വെക്കുന്ന ഈ തടികളിലുണ്ടാക്കിയ കരകൗശല വസ്തുക്കളും പിന്നെ പൂട്ടുകളും ഒക്കെ കാണാൻ കഴിയും. എന്നെ സംബന്ധിച്ച് ഇതെല്ലാം പുതിയൊരു അനുഭവമായിരുന്നു. പുതിയ തരം വസ്തുക്കളൊക്കെ കാണുന്നതും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഗ്രഹങ്ങൾ കാണുന്നതും അതുപോലെ സുഗന്ധദ്രവ്യങ്ങൾ, പിന്നെ കൽവിഗ്രഹങ്ങൾ, വെറൈറ്റി വിളക്കുകൾ ഒക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ കാണുന്നത് സിനഗോഗിലേക്ക് പോകുന്ന വഴിയാണ്. അവിടെ വസ്ത്രങ്ങളും ടോയ്സും ഒക്കെ വിൽക്കുന്നുണ്ട്. നമ്മൾ സിനഗോഗിന് അടുത്തെത്തി. നേരെ കാണുന്നത് ക്ലോക്ക് ടവറാണ്. അതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങളുടെ ഉള്ളിൽ കയറി. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ സിനഗോഗിന്. ഇവിടെയുള്ള ലൈറ്റ്സിൽ ചിലതെല്ലാം മെഴുകുതിരി വെച്ച് തന്നെ ഇപ്പോഴും കത്തിക്കുന്ന ലൈറ്റ്സാണ്. പിന്നെ ചിലത് മാത്രമേ ഉള്ളൂ ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യുന്നത്. അവിടെ ഒരു കെയർ ടേക്കർ ഉണ്ട്. അദ്ദേഹം അവിടെ വരുന്ന വിദേശികൾക്കെല്ലാം അവിടുത്തെ ചരിത്രം പറഞ്ഞു കൊടുക്കും. മൈക്കിലാണ് പറഞ്ഞു കൊടുക്കുക. അദ്ദേഹം 30 വർഷമായിട്ട് അവിടുത്തെ കെയർ ടേക്കറാണ്. ഈ സിനഗോഗിൽ വിരിച്ചിരിക്കുന്ന ടൈലുകൾക്ക് പിന്നിലും ഒരു രഹസ്യമുണ്ട്. അത് കൈകൊണ്ട് വരച്ച ടൈലുകളാണ്. ഓരോന്നും ഓരോ പെയിൻറ്റിങ്സാണ്. ഒരേപോലെ ഇരിക്കും, കണ്ടാൽ ഒരേപോലെ ഇരിക്കുമെങ്കിലും നമുക്ക് അടുത്ത് വെച്ച് നോക്കിയാലേ അതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റുള്ളൂ. ഇത് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത 1100 ടൈലുകളാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. മുകളിൽ കാണുന്ന അഴികൾക്ക് പിന്നിലും ഒരു രഹസ്യമുണ്ട്. ആ അഴികൾക്ക് പിന്നിൽ നിന്നാണ് ജൂത സ്ത്രീകൾ പ്രഭാഷണം കേട്ടുകൊണ്ടിരുന്നത്. ആഴ്ചയിൽ ചില ദിവസങ്ങളിൽ മാത്രം പുരോഹിതൻ കോണിപ്പടി കയറി ഈ മണ്ഡപത്തിലേക്ക്, അതായത് മുകളിലെ മണ്ഡപത്തിലേക്ക് കയറി നിന്ന് പ്രഭാഷണം നടത്താറുണ്ട്.
അവിടെ നിന്ന് ഇറങ്ങിയ പാടും ഞങ്ങൾ പോയത് ഒരു പെയിൻറ്റിങ് ഹാളിലേക്കാണ്. കൊച്ചി രാജാവും ഇസ്രയേലും തമ്മിലുള്ള ബന്ധമാണ് അതിൽ പ്രതിപാദിക്കുന്നത്. ഓരോ പെയിൻറ്റിങ്സിന് പിന്നിലും അത് എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് അക്കമിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ആ പെയിൻറ്റിങ്സ് കണ്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേക്കും നല്ല തിരക്കായി. ആ തെരുവ് ഫുൾ വിദേശികളായിരുന്നു. നമ്മളിങ്ങോട്ട് വരുന്ന സമയത്ത് ഒഴിഞ്ഞു കിടക്കുമായിരുന്നു ഈ തെരുവ്. ഇപ്പോൾ തട്ടിമുട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഈ ജീവിതത്തെരുവിൻ്റെ ഒരുപാട് ഓർമ്മകളും കാര്യങ്ങളും എല്ലാം ഒപ്പിയെടുത്തുകൊണ്ട് നമ്മുടെ ക്യാമറ കണ്ണുകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.